ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രിയനെയും അതുപോലെ തന്നെ അതാണ് പാറുവിനെയും കൂടിയിട്ട് കരുനാഗൻ സാറ് ഒരേന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് നാണമില്ലേ? അന്നം തരുന്ന കമ്പനി തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്, വൃത്തികേട് എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രിയൻ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കാണ്. ശേഷം അവരെല്ലാവരും അന്ന് പോകുമ്പോഴേക്കും പൊട്ടിക്കരയാട്ടോ പാറു. പാറു നീ വിഷമിക്കേണ്ട എന്നിങ്ങനെ പറയണം. മേഡം എങ്കിലും ഞങ്ങൾ പറഞ്ഞ വിശ്വസിക്കണം എന്ന് പറയുമ്പോ നമ്മുടെ ഭൂമിക മേഡം പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് വന്നേ പാറു എന്ന് പറഞ്ഞിട്ട് പാറുവിനെ വിളിച്ചുകൊണ്ട് പോകാണ്. തിരിച്ച് ഹോസ്റ്റൽ എത്തിയ പാറിനെ കൂട്ടുകാരികൾ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും പാറുക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. അപ്പൊ മേഡം പറയുന്നുണ്ട് കൂട്ടുകാർത്തികൾക്ക്, പാറുവിന്റെ കൂടെ തന്നെ നിങ്ങൾ വേണം, അവളെ സമാധാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഹോസ്റ്റലിലെ പിള്ളേരെല്ലാരും കൂടി പാറുവിനെ ഇങ്ങനെ കാത്തു നിൽക്കാട്ടോ. പുറത്തിറങ്ങുമ്പോഴേക്കും ഒന്ന് കളിയാക്കാനായിട്ട് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പാറു ഇങ്ങനെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പാറു രാവിലെ തന്നെ തുണിയെല്ലാം അലക്കി ഉണക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അടുത്തുള്ള ഹോസ്റ്റലിലെ ബാക്കിയുള്ള പിള്ളേര് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ നിന്റെ പരിപാടികളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു കേട്ടോ. എങ്ങനെയാണ്, നിനക്ക് എങ്ങനെ തോന്നിയടി? എന്നാലും നീ ആള് കൊള്ളാലോ. പ്രിയ ഇവിടെ കുറ്റമായിട്ട് കാര്യമില്ല, പ്രിയൻ അടിപൊളിയാണല്ലോ, ആർക്കാരും ഒരു ഇഷ്ടമൊക്കെ തോന്നും. അതുകൊണ്ട് ഇവളാണെങ്കിൽ പ്രിയനായിട്ട് ഭയങ്കര കൂട്ടുവാണല്ലോ. ഞങ്ങൾ ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതാടി, എന്തേ ഇത്ര വൈകിയത്? അല്ല, ഇത് ആദ്യമായിട്ട് തന്നെ ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കാണ്. അത് കേട്ടുകൊണ്ട് ഭൂമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, നിങ്ങൾക്കൊന്നും വേറൊരു പണിയുമില്ലേ? അല്ല മേഡം, ഞങ്ങൾ പിന്നെ വേണ്ട, സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞേക്കാണ്. പാറു നീ റൂമിലേക്ക് പോന്ന് പറയുമ്പോഴേക്കും കരഞ്ഞുകൊണ്ട് പാറു റൂമിലേക്ക് പോവാട്ടോ. ഭൂമിക മേഡം തൊട്ടു പിന്നെ തന്നെ പാറുവിന്റെ പോകുന്നുണ്ട്. പറയുന്നുണ്ട്, പാറു നീ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ നിരപരാധിത്വം നീ തെളിയിക്കുകയാണ് വേണ്ടത്, അല്ലാതെ നീ അവർ പറയുമ്പോഴൊക്കെ പൊട്ടിക്കരയല്ല വേണ്ടത്. നീ പഴയ പോലെ ചട്ടമ്പി പാറുമായിട്ട് തന്നെ അവരുടെ മുമ്പിൽ നെളിഞ്ഞു നിൽക്കണം. നോക്ക്, നിന്നെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. ഇനിയിപ്പോ കമ്പനി പോയാലും പല ആളുകളും പല രീതിയിൽ നിന്നെ ചോദ്യമൊക്കെ ചെയ്യും. നീ അതിനൊന്നും മറുപടി കൊടുക്കരുത്. നീ ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിക്കണം, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ അപമാനിക്കുന്ന ആൾക്ക് നീ തിരിച്ചു മറുപടി പറയാണ് വേണ്ടത്. കരഞ്ഞുകൊണ്ടിരുന്ന അവരെന്താ വിചാരിക്കുക, നീ ആ പ്രിയനും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിന്നെയും പ്രിയനെ ഭയങ്കര വിശ്വാസമാണ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിട്ട് കാര്യമില്ലല്ലോ. നീ അത് മറ്റുള്ളവർ മുമ്പേ ബോധ്യപ്പെടുത്തണം. അതിനെ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. മാഡം, ഞാൻ എന്ത് പറഞ്ഞാലാ മറ്റുള്ളവർ വിശ്വസിക്കുക? അത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നീ ഈ കാര്യം പ്രിയനോട് പറയണം. പ്രിയനോട് ഞാൻ സംസാരിക്കാം. പ്രിയം വിചാരിച്ചാൽ മാത്രമേ ഇത് തെളിയിക്കാൻ സാധിക്കുള്ളൂ. നോക്കാം എന്നൊക്കെ മേഡം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കട്ടോ പാറു. അതിനുശേഷമാണെങ്കിൽ പ്രിയൻ രാവിലെ തന്നെ കമ്പനിയിലേക്ക് പോകുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ അതാണ് കമ്പനി അമ്മ വരുന്നുണ്ട്. പറയുന്നുണ്ട്, എടാ നീയും പാറും തെറ്റ് ചെയ്തെന്നൊക്കെയാണ് എല്ലാരും പറഞ്ഞു നടക്കുന്നത്. എന്താടാ, ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുമ്പോ, അമ്മക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാനും പാറും ചെറുപ്പം മുതൽ നല്ല കൂട്ടുകാരാണ്. ഞങ്ങൾ അവിടെ അകപ്പെട്ടത് എങ്ങനെയാണെന്നും പിന്നീട് സംഭവിച്ചത് എന്താണെന്നൊക്കെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞതല്ലേ. പിന്നെന്താ എടാ, പക്ഷെ മറ്റുള്ളവരൊക്കെ വേറെ രീതിയിൽ അത് പറയണത്. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, അമ്മക്ക് എന്നെ വിശ്വാസമാണോ അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ എന്തായാലും കമ്പനിയിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പ്രിയൻ കമ്പനിയിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പ്രിയന്റെ മനസ്സിലാകെ കുറെ വിചാരങ്ങൾ. ഈശ്വര, പാറുവിന് എല്ലാവരും ഇതും പറഞ്ഞ് കളിയാക്കുമല്ലോ. പാറുക്കാണ് നാണക്കേടായത്. തനിക്ക് തന്നെ കളിയാക്കാനും കുറ്റപ്പെടുത്താനൊന്നും ആരും വരില്ല, മറ്റുള്ളവർക്ക് ഒരു ചെറിയ പേടിയുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ പാറുവിന് അങ്ങനെയല്ല, അവൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഈ സമയത്ത് അവൾക്ക് താങ്ങും തണലായിട്ട് താൻ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പ്രിയൻ കമ്പനിയിലേക്ക് പോവാണ്. പാറു കമ്പനിയിൽ പോകുന്നില്ലതുമായിട്ട് അവിടെ തന്നെ ഇരിക്കാട്ടോ. ആ മേഡം വരുന്നുണ്ട്. മോളെ പാറു, നീ എന്താ ഇന്ന് പോകുന്നില്ലേ? ഇല്ല, ഞാൻ പോകുന്നില്ല, ഇന്നെന്നല്ല ഇനി അങ്ങോട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല എന്ന് പറയണം. അപ്പോ നീ തോറ്റ് പിന്മാറാൻ തന്നെ തീരുമാനിച്ചോ? ഞാൻ എന്തായാലും ഇന്ന് അവിടേക്ക് പോകുന്നില്ല. എനിക്ക് പോവാൻ വയ്യ, ആരെയും ഫേസ് ചെയ്യാനും വയ്യ. ആ കരുനാഗൻ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ ചെവിയിൽ തന്നെ നിൽക്കുക. എന്തൊക്കെ വൃത്തികേടാ ആ സാറ് പറഞ്ഞത്. അയാളെ സ്വഭാവം മോളെ നിനക്ക് അറിയാവുന്നതല്ലേ. അയാൾക്ക് പ്രിയനെ നിന്നെ കണ്ണെടുത്താ കണ്ട, പ്രത്യേകിച്ച് പ്രിയനെ അപമാനിക്കാൻ കിട്ടുന്ന ഒരു അവസരവും അയാള് പാഴാക്കില്ല. നീ വിഷമിക്കൊന്നും വേണ്ട. നീ ഒരു കാര്യം ചെയ്, നീ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. നീ ഇപ്പൊ തന്നെ റെഡി ആയിട്ട് കമ്പനിയിലേക്ക് പോകാൻ നോക്ക്. വേണ്ട മേഡം, എനിക്ക് സാധിക്കില്ല, എനിക്ക് കമ്പനിയിലേക്ക് പോവണ്ട മേഡം എന്നൊക്കെ പറയുമ്പോ ഭൂമിക മേഡം നമ്മളെ പാറുവിനെ പറഞ്ഞിങ്ങനെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം കൈലാസ് ആണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. കൈലാസ് ജിമ്മിൽ പോവാണ്. ശേഷം ആ ഒരു ദേഷ്യം തന്റെ പാറും അതുപോലെ തന്നെ പ്രിയനും ഒരുമിച്ച് കിടന്ന ആ ഭാഗം മാത്രമേ കൈലാസിന്റെ മനസ്സിലുള്ളൂ. അത്
ആലോചിച്ച് ആ ജിമ്മിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഇടിച്ച് തകർത്തോണ്ടിരിക്കുക കേട്ടോ കൈലാസ് അവരെ ശരിക്കും തെറ്റിദ്ധരിച്ചെന്ന് വേണം കരുതാനായിട്ട്. അല്ലെങ്കിൽ കൈലാസിന് അത്ര ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ. അവിടെ വെച്ച് കൈലാസ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും കൈലാസിന്റെ ഉള്ളിലും എവിടെയൊക്കെ ഒരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രൊമോയില് അങ്ങനത്തെ ഒരു ഭാഗം കാണിച്ചത്. കൈലാസ് ദേഷ്യത്തിൽ ഓരോന്നൊക്കെ അടിച്ച് തകർക്കുന്ന ഭാഗം അതുകൊണ്ട് തന്നെയാണ് കാണിച്ചത്. എന്തായാലും പ്രിയൻ കമ്പനിയിലേക്ക് വരുമ്പോഴേക്കും കരുതാകൻ സാറോ ബാക്കിയുള്ളവരൊക്കെ കളിയാക്കുകയും ചെയ്യും. പിന്നെ ഇന്നലത്തെ ബാക്കിയായിട്ട് കുറെ പോസ്റ്ററുകളും കുറെ പടങ്ങളും മതിലിൽ വരച്ചു വെക്കലും അങ്ങനത്തെ കുറെ അപമാനിക്കലൊക്കെ തന്നെയായിരിക്കും. എന്തായാലും പ്രിയൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. തന്നെയും പാറുവിനെ മനഃപൂർവ്വം ഇതിലേക്ക് എടുത്തിട്ടതാണ്, അപമാനിക്കാൻ വേണ്ടി തന്നെ. എന്തിനു വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്തത്, ആരാണ് ഇത് ചെയ്തത്? പക്ഷെ അവരെ കൈയോടെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും എന്നൊന്നും പ്രിയന് അറിയില്ല. പ്രിയനാണെങ്കിൽ പാറുവിനെ കാത്തു നിൽക്കാട്ടോ. പാറുവിന് ഇനി തന്നോട് ദേഷ്യമായിരിക്കോ, പാറു തന്നോട് സംസാരിക്കോ, പാറുവിന് കമ്പനിയിലേക്ക് വരില്ലേ, അങ്ങനെ പല ചിന്തകളാണ് പ്രിയന്റെ മനസ്സിൽ. പ്രിയനാണെങ്കിൽ പാറുവിനെ കാത്തു നിൽക്കുകയാണ്. പാറു വരുമ്പോഴേക്കും സംസാരിക്കണം, വിഷമിക്കേണ്ടെന്ന് പറയണം, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് പ്രിയൻ പുറത്ത്. പക്ഷെ പാറുവിനെ കാണുന്നില്ല കേട്ടോ. ഭൂമിക മേഡം വരുന്നുണ്ട്. മേഡം പാറു എന്ന് ചോദിക്കുമ്പോഴേക്കും അവൾക്ക് ഒട്ടും വരാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. രാവിലെ തന്നെ ഹോസ്റ്റലിലെ ബാക്കി പിള്ളേരൊക്കെ അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. അവളെപ്പോലത്തെ ഒരു പെൺകുട്ടിക്ക് അത് താങ്ങാൻ പറ്റില്ലടോ, പ്രത്യേകിച്ച് ഈ ഒരു കേസ് ആകുമ്പോഴേക്കും. മേഡം ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ എന്നോട് പറയേണ്ട കാര്യമില്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് പാറുവിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റ് ചെയ്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല പ്രിയൻ, മറ്റുള്ളവരുടെ വായ അടച്ചു മൂടാൻ നമുക്ക് സാധിക്കില്ല. അറിയാലോ, ഇതൊരു നാട്ടും പ്രദേശമാണ്. ഇങ്ങനത്തെ ന്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവര് അതും പറഞ്ഞു ചിരിക്കും. പിന്നെ പല പല കഥകളായിരിക്കും പുറത്തേക്ക് പോണത്. പ്രിയന്റെയും പാറുവിന്റെയും ജീവിതം തന്നെ തകർന്നു പോകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളുടെ പോക്ക്. മേഡം ഞാനിപ്പോ ഇതിനെന്താ മേഡം ചെയ്യാ എന്ന് ചോദിക്കുമ്പോ പ്രിയനെ മാത്രമേ എന്തെങ്കിലും ഇനി ചെയ്യാൻ സാധിക്കുള്ളൂ. മേഡം എന്താ ഉദ്ദേശിക്കണത്? അതെ, ഇതിന് പിന്നിൽ ആരാ കളിച്ചെന്ന് പ്രിയനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല മേഡം, അതൊക്കെ എനിക്ക് മനസ്സിലായി. അതെ, അപ്പം പ്രിയൻ എന്താ ചെയ്യേണ്ടത്? അവര് കളിച്ച കളി തിരിച്ചു കളിക്കണം. അവരെ കൊണ്ട് തന്നെ ഇതിനുള്ള മറുപടി പ്രിയൻ പറയിപ്പിക്കണം. അവര് തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പ്രിയൻ തെളിയിക്കണം. അതൊക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റും. പക്ഷെ പാറു അവളോട് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ഈ മാനസികാവസ്ഥയിൽ അവൾ ആരോടും സംസാരിക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയൻ. എന്തായാലും ഇതൊന്നൊത്ത് പ്രിയൻ എത്രയും പെട്ടെന്ന് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഭാവിക്ക് അതായിരിക്കും നല്ലത്. കൈലാസ് സാർ ഇതൊക്കെ വിശ്വസിച്ച് കാണുമോ മേഡം? എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ കൈലാസ് സാറിനെ കണ്ടുമില്ല എന്നൊക്കെ പറയാണ്. പ്രിയനും ആകെ വിഷമമാവാട്ടോ. എന്തായാലും അങ്ങനത്തെ കുറച്ച് നല്ല ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.